ഇന്നിപ്പോൾ സൺഡേ അല്ലേ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അവരെ കാണുമ്പോൾ നിങ്ങളെപ്പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. നമസ്കാരം. എംപ്രസ്. ഓ എംപറർ. ആഹാ, ഒരു പെയറായല്ലോ. ഹാങ്ഡ് മാൻ. ഓക്കെ. 2 of Wands, 10 of Wands, Lovers, Knight of Wands, 10 of Cups, Temperance. ഇത്രയും പറഞ്ഞിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ ഇനിയും കാർഡ് എടുക്കാം കേട്ടോ. എംപററും എംപ്രസും ഒന്നിച്ച് വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അതൊരു കപ്പിളാണ്. നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളെ മതി അവർക്ക് എന്ന് അവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നു. നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളെക്കുറിച്ച് ഇനി നല്ലത് പറയാനായിട്ട് ബാക്കിയൊന്നുമില്ല. ആ രീതിയിൽ നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കുന്നു. അതായത് അതായത് നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സൗന്ദര്യം, അതിനൊക്കെ അവർ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആണ് എന്ന് അവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നു കേട്ടോ. ചില സാഹചര്യങ്ങളിൽ ഒരു 2 ചോയ്സസിൽ പെട്ട് അവരൊന്ന് ജഗിൾ ചെയ്യുന്നതായിട്ടും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നു. ആ സാഹചര്യം എന്ത് വേണമെങ്കിലാവാം. ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്തോ ഒരു ലൈഫ് സിറ്റുവേഷനിൽ അവർ ജഗിൾ ചെയ്യുന്നതായിട്ടും അവർ പറയുന്നുണ്ട്. ഈ സിറ്റുവേഷൻ മാറിയാലല്ലേ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അവരുടെ ഫ്രണ്ടിനോട് ലൈഫിലുള്ള തടസ്സങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ആരോടാണ് സംസാരിക്കുക? നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലേ. 10 of Wands വെച്ച് സിറ്റുവേഷൻ മാനേജ് ചെയ്ത് അവർ ടയേർഡായി എന്ന് പറയുകയാണ് കേട്ടോ. ലവേഴ്സ് വെച്ച് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട് എന്നെല്ലാം അവർ പറയുന്നു. നൈറ്റ് ഓഫ് വോൺസ് വെച്ച് എന്ത് തടസ്സമുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് സ്നേഹത്തോടെ വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കേട്ടോ. 10 of Cups അവിടെ നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണം, നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, നിങ്ങളുമായൊരു സ്റ്റേബിൾ ഫാമിലി ഉണ്ടാക്കണം എന്നവർ ആഗ്രഹിക്കുന്നതായും അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കാരണം 10 of Cupsനെ ക്ലാരിഫൈ ചെയ്തത് ഡെത്താണ് കേട്ടോ. അവിടെ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് അവിടെ അവർ പറയുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ടെമ്പറൻസ് വെച്ചിട്ട് ഒന്നുകിൽ ഇന്നത്തെ ദിവസം അവർ അമ്പലത്തിലോ പള്ളിയിലോ എല്ലാം പോയി പ്രാർത്ഥിച്ച് കാണണം. പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് ഒരു ബാലൻസിലെത്തണം എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നും അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ.